ഇത്രയും ടഫ് ആയിട്ടുള്ള ടൈം ടേബിൾ 7ാം ക്ലാസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഉള്ളവർക്ക് ഇതിനേക്കാൾ എളുപ്പമാണ്. നിങ്ങൾ എത്ര പഠിച്ചാലും ഒരു പക്ഷേ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളുടെ മാർക്ക് പോകാനുള്ള ചാൻസ്. ഹലോ മക്കളെ, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ടൈം ടേബിൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്ന സംഭവം. ഈ 4 സബ്ജക്ട്സ് ഹിന്ദി, സോഷ്യൽ, ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലെങ്കിൽ, നേരത്തെ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കണം. പക്ഷേ ഈ സബ്ജക്ട്സിലെ നമ്മൾ എക്സാമിന്റെ തലേന്ന് ഒരു റിവിഷൻ ചെയ്യില്ലേ, ആ റിവിഷൻ ആ സർക്കസില്ലേ, ഒരു മൽപ്പിടുത്തുണ്ടോ എക്സാമിന്റെ തലേന്ന്, അത് ഈ സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ പ്രശ്നം. ഹിന്ദി ഉണ്ട്, അപ്പോൾ ഉച്ചയ്ക്ക് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി മാത്രമായി പഠിക്കാൻ നിങ്ങൾക്ക് 1/2 ദിവസം കിട്ടുന്നുള്ളൂ. കാരണം ഉച്ചയ്ക്ക് നിങ്ങൾ ലാംഗ്വേജ് എഴുതി വന്നിട്ട് 1/2 ദിവസം കിട്ടുന്നുള്ളൂ. 1/2 ദിവസം പോലും ഉണ്ടാവില്ല. അല്ലെ, വൈകുന്നേരത്തിൽ മണി ക്ഷീണിച്ച് വന്ന് ഉറങ്ങി എനിക്കുമ്പോഴത്തേക്കും രാത്രിയോ. അപ്പോൾ ആ സമയം മതിയാവില്ല ഹിന്ദി പഠിക്കാൻ വേണ്ടി. സോഷ്യലിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ നോക്ക്, സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഹിന്ദി ഉച്ചയ്ക്ക് വന്ന് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് നിങ്ങൾ സോഷ്യൽ എഴുതണം. അപ്പോൾ ഉച്ചയ്ക്ക് 2 പരീക്ഷ എഴുതി ക്ഷീണിച്ച് വന്ന് കഴിഞ്ഞാൽ എത്ര പഠിക്കാൻ പറ്റും? സോഷ്യലാണ് കുറേ ചാപ്റ്റർ ഉണ്ട്, കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ എക്സാമിന് തലേന്ന് പഠിക്കൽ പോസിബിൾ ആയിരിക്കില്ല. മിനിമം ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നേരത്തെ തന്നെ വായിച്ച് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഡെഫിനിഷൻസും ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതും നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കണം. ഇംഗ്ലീഷിന് കാര്യം സെയിം അവസ്ഥയാണ്. സോഷ്യൽ കഴിഞ്ഞ് അതേപോലെ തന്നെ അടുത്ത ദിവസം എന്താണ് ഇംഗ്ലീഷ് വരികയാണ്. അപ്പോൾ ഇംഗ്ലീഷും ചാപ്റ്റേഴ്സും പോയംസ് അങ്ങനെ നേരത്തെ പഠിച്ചാൽ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക. അതിൻ്റെ ഇവിടെ എന്തായാലും എന്താ, നമ്മൾ നേരത്തെ എല്ലാത്തരം പഠിക്കണം. അവസാനത്തെ റിവിഷൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ചലഞ്ച് ആയിട്ട് എടുക്കുക. ലൈഫിൽ ഇതിനും വലിയ ചലഞ്ച് ഇനി വരാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു 4 സബ്ജക്ട്സ് ഒന്ന് നേരത്തെ നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ഈ ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് പഠിക്കണം. നമ്മുടെ 7ാം ക്ലാസ് ബാച്ചിൽ സൂപ്പർ ലൈവ് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരിക്കും നിങ്ങളുടെ പരീക്ഷ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നിന്ന് ഇതുവരെ അഡ്മിഷൻ എടുത്തിൽ ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ അടിപൊളി ക്ലാസ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്.